തിരുവനന്തപുരം ചാക്കയിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ ശിക്ഷാവിധി ഇന്നാണ്. പ്രതി ഹസൻകുട്ടി കുറ്റക്കാരനാണെന്ന് തിരുവനന്തപുരം പോക്സോ കോടതി കണ്ടെത്തിയിരുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളായ മാതാപിതാക്കൾക്കൊപ്പം റോഡരികിൽ കിടന്നുറങ്ങുമ്പോഴാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം ഉപേക്ഷിച്ചത്. സലീം മാലിക്കാണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. സലീം, വിവരങ്ങൾ. ഉന്മേഷ് ക്രിസ്റ്റീന, കഴിഞ്ഞ വർഷം 2024 ഫെബ്രുവരി 19 പുലർച്ചെ ചാക്ക റെയിൽവേ പാളത്തിന് സമീപത്തെ പുറമ്പോക്ക് ഭൂമിയിൽ നാടോടി സംഘത്തിനൊപ്പം ഉണ്ടായിരുന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലാണ് ഇന്ന് ശിക്ഷാവിധി പ്രഖ്യാപിക്കുക. അന്ന് കേരളത്തിന്റെ മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിച്ച സംഭവമായിരുന്നു അത്. കാരണം മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരു ദിവസം മുഴുവൻ ആ വാർത്തയ്ക്കൊപ്പം നിന്നതും നമ്മൾ അന്ന് കണ്ടതാണ്. ആ കേസിലാണ് പ്രതിയായ ഹസൻകുട്ടി കുറ്റക്കാരനെന്ന് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പോക്സോ കോടതി കണ്ടെത്തിയത്. അതിന് പിന്നാലെ ഇന്ന് ഈ വിഷയത്തിൽ ശിക്ഷാവിധി ഉണ്ടാവുകയും ചെയ്യും. ഈ കുട്ടിയെ പീഡിപ്പിച്ച ശേഷം റെയിൽവേ ട്രാക്കിന് സമീപത്തെ പൊന്തക്കാട്ടിൽ കുട്ടിയെ ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നാലെ രാത്രിയിൽ അബോധാവസ്ഥയിലാണ് കുട്ടിയെ കണ്ടെത്തിയത്. അതിന് പിന്നാലെ ഈ ഹസൻകുട്ടി എന്ന പ്രതി ആലുവയിൽ പോയി, പിന്നാലെ പളനിയിൽ പോയി, രണ്ടിടത്തും പോയി രൂപമാറ്റം വരുത്തിയിരുന്നു. അതിനുശേഷം കൊല്ലത്ത് നിന്നാണ് പ്രതിയെ വലിയ പരിശോധനയ്ക്കൊടുവിൽ പിടിയിലായത്. ഇതിന് പിന്നാലെ കുട്ടിയുടെ വൈദ്യപരിശോധനാ ഫലം വന്നു. അങ്ങനെയാണ് ഈ പീഡനം സ്ഥിരീകരിക്കുന്നത്. പിന്നാലെ പ്രതിയുടെ വസ്ത്രത്തിൽ നിന്നും കുട്ടിയുടെ തലമുടി ശാസ്ത്രീയ പരിശോധന നടത്തിയതിൽ നിന്നുമാണ് ഈ പ്രതിയെ കണ്ടെത്താനായത്. അങ്ങനെ ഈ വിഷയങ്ങളായിരുന്നു വിചാരണാഘട്ടത്തിൽ പ്രോസിക്യൂഷൻ പ്രധാനമായും ഉയർത്തിയത്. പ്രോസിക്യൂഷന്റെ കണ്ടെത്തലുകൾ കോടതി ശരിവെക്കുകയായിരുന്നു. മാത്രമല്ല, പ്രതിയുടെ മുൻകാല പശ്ചാത്തലവും കോടതി പരിഗണിച്ചു. ഹസൻകുട്ടിക്കെതിരെ പോക്സോ ഉൾപ്പെടെയുള്ള നിരവധി കേസുകൾ നിലവിലുണ്ട്. ഇക്കാര്യം ഈ പ്രോസിക്യൂഷൻ വാദവും കോടതി മുഖവിലേക്കെടുത്തു. മാത്രമല്ല, അതിനുമപ്പുറത്തേക്ക് ഒരു പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ച സംഭവം എന്ന അതീവ ഗൗരവ സ്വഭാവവും കോടതി വിലയിരുത്തിയിട്ടുണ്ട്. എന്തായാലും ആ പ്രത്യേക സാഹചര്യം തന്നെ കണക്കിലെടുത്തുകൊണ്ട് പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ നിലപാട്. ആ പരമാവധി ശിക്ഷയിലേക്ക് എത്തുമോ എന്നുള്ളത് തന്നെയാണ് ഇന്ന് നമ്മൾ കോടതിയിൽ നിന്ന് കാത്തിരിക്കുന്നത്. ഉന്മേഷ്, ക്രിസ്റ്റീന. എപ്പോൾ കോടതിയുടെ ഈ ശിക്ഷാവിധി എപ്പോഴുണ്ടാകും? എപ്പോഴാണ് ഇത് പരിഗണിക്കുന്നത് സലീം? ഉന്മേഷ്, രാവിലെ 11 മണിക്കാണ് കോടതി ചേർന്ന ഉടൻ തന്നെ ഈ കേസാകും ആദ്യം പരിഗണിക്കുക എന്നാണ് മനസ്സിലാകുന്നത്. കാരണം അതിവേഗ പോക്സോ കോടതിയാണ്. അവിടെ ഈ കേസുകൾ പ്രത്യേക പരിഗണനാ സ്വഭാവത്തിലുള്ള കേസുകൾ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇന്ന് രാവിലെയോടുകൂടി തന്നെ ആദ്യം ഈ കോടതി ചേരുന്ന സമയം 11 മണിയോടുകൂടി തന്നെ ഈ കേസ് പരിഗണിക്കും. അതിനുശേഷം തൊട്ടു പിന്നാലെ തന്നെ ശിക്ഷാവിധി ഉണ്ടാകാനാണ് സാധ്യത. കാരണം മറ്റു നടപടിക്രമങ്ങൾ കോടതിയുടെ ഭാഗത്തായി ഇല്ല. ഇനി പ്രതിയെ കേൾക്കുക എന്നുള്ള ഇതിനും സാധ്യതയില്ല. കാരണം ഈ വിചാരണാഘട്ടം അതിനുശേഷം ഈ ശിക്ഷ വിധിക്കുമ്പോൾ മാത്രമാണ് പ്രതിയെ കേൾക്കുന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രതിയോട് എന്തെങ്കിലും പറയാനുണ്ടോ ശിക്ഷാവിധിക്ക് മുൻപ് എന്ന് ചോദിക്കും. പക്ഷേ അങ്ങനെ ചോദിച്ചാലും പ്രതി മറ്റെന്തെങ്കിലും പറഞ്ഞാലും ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകണമെന്ന് പ്രതിയുടെ അഭിഭാഷകൻ ഒരുപക്ഷെ വാദിച്ചേക്കും. പക്ഷേ അതിനും കാര്യമായ സാധ്യതയില്ല. എന്തായാലും ഈ രാവിലെയോടുകൂടി തന്നെ ആദ്യ കേസായി തന്നെ കാര്യം പരിഗണിക്കുകയും ഉച്ചയ്ക്ക് മുൻപ് തന്നെ ആ കേസിൽ എന്താണ് ശിക്ഷാവിധി എന്ന് അറിയാനും കഴിയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉന്മേഷ്, ശരിയേറെ ചർച്ചയായ ചാക്ക പോക്സോ കേസിൽ ഇന്ന് ശിക്ഷാവിധി. വിവരങ്ങൾ നൽകിയത് സലീം മാലിക്, തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.